നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ സർക്കാരിന്റെ നടപടികൾ രൂക്ഷ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. അങ്ങനെ ഏറെ നാളായുള്ള ദുരിതങ്ങൾ താണ്ടി ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ വിമാനത്താവളങ്ങളിൽ എത്തിച്ചേർന്ന പ്രവാസികളെ പിഴിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സമാനമായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കരിപ്പൂരിലെ വിമാനത്താവളം വഴി യാത്ര ചെയ്യണമെങ്കിൽ തന്നെ സർക്കസ് പഠിക്കണോ എന്ന ചോദ്യമാണ് പ്രവാസികൾ ചോദിക്കുന്നത്. മറ്റൊന്നുമല്ല, കാരണം അവിടെ സൗജന്യമായി യാത്രക്കാരെയും ലഗേജും കയറ്റാനും ഇറക്കാനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം എന്നത് വെറും 3 മിനിറ്റാണ്. ഇത് കഴിഞ്ഞാൽ GST അടക്കം 500 രൂപ നിങ്ങൾ നൽകേണ്ടി വരും. എൻട്രി ഗേറ്റിൽ നിന്ന് പാസും വാങ്ങി ഡ്രോപ്പിംഗ് അഥവാ പിക്കിംഗ് പോയിന്റിലെത്താൻ തന്നെ 3 മിനിറ്റിലധികം എടുക്കും എന്നതാണ് മറ്റൊരു പോയിന്റ്. എന്നാൽ ഇനി അത് ഒഴിവാക്കിയാലോ 3 മിനിറ്റ് കൊണ്ടുവരുന്നവർക്ക് വണ്ടിയിൽ കയറണം, പോകുന്നവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം. 3 മിനിറ്റിനുള്ളിൽ തന്നെ ലഗേജ് കയറ്റുകയും ഇറക്കുകയും ചെയ്യണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നത്. ഇതിനായി സർക്കസുകാരെ പോലെ തന്നെ അസാമാന്യ മെയ്വഴക്കം വേണമെന്നാണ് യാത്രക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുകയോ അതിൽ നിന്ന് ചാടി ഇറങ്ങുകയോ ചെയ്യണം. ഇത് അപകടവും നിയമവിരുദ്ധവുമല്ലേ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ഇത് അധികൃതർ കാണണം. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് പരിഷ്കാരത്തിനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നായി ഉയർന്നത്. ജൂലൈ 1 നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കാരമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുന്നത്. വിമാനത്താവള അതോറിറ്റിക്ക് കീഴിലെ വിമാനത്താവളങ്ങളിൽ നടപ്പാക്കുന്ന ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കരിപ്പൂരിലെ ഈ നടപടി. ഇതനുസരിച്ച് പ്രവേശന കവാടത്തിലും പുറത്തേക്കുമുള്ള വഴിയിലും ഉണ്ടായിരുന്ന ടോൾ ബൂത്തുകൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതിനു പകരം സ്വകാര്യ വാഹനങ്ങൾക്ക് ടെർമിനലിന് മുന്നിൽ യാത്രക്കാരെ സൗജന്യമായി ഇറക്കുകയോ കയറ്റുകയോ ചെയ്യാമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിന് അനുവദിച്ചിരിക്കുന്ന സമയം എന്നത് പരമാവധി 3 മിനിറ്റാണ്. 3 മിനിറ്റിനകം മടങ്ങിയില്ലെങ്കിൽ തന്നെ GST അടക്കം 500 രൂപയാണ് യാത്രക്കാരിൽ നിന്ന് പിഴയായി ഈടാക്കുക. ഈ സമയപരിധിക്കുള്ളിൽ യാത്രക്കാരെയും ലഗേജും കയറ്റാനോ ഇറക്കാനോ സാധിക്കാറില്ല. ഇതുമൂലം 3 മിനിറ്റിന് ശേഷം കരാർ കമ്പനി ജീവനക്കാർ യാത്രക്കാരോടും വാഹന ഉടമകളോടും മോശമായി പെരുമാറുന്നതായും വ്യാപക പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇത് യാത്രക്കാരും പാർക്കിംഗ് ജീവനക്കാരും തമ്മിൽ സംഘർഷത്തിന് കാരണമായി മാറുകയും ചെയ്തു. അതേസമയം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിനായി കൂടുതൽ സമയം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് 15 മിനിറ്റ് ആയിരുന്നു സൗജന്യ പാർക്കിംഗ് അനുവദിച്ചിരുന്നത്. ശേഷം 85 രൂപയായിരുന്നു ഫീസ് ഈടാക്കിയിരുന്നത്. ഇപ്പോൾ സമയദൈർഘ്യം 30 മിനിറ്റായി ഉയർത്തുകയും ഫീസ് 20 രൂപയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അതോറിറ്റി വ്യക്തമാക്കുന്നത്. പാർക്കിംഗ് ഏരിയയിൽ പ്രവേശിച്ചാൽ ആദ്യ അരമണിക്കൂറിന് ബൈക്കിന് 10 രൂപയും കാർ, ടെമ്പോ, SUV, മിനി ബസ് എന്നിവയ്ക്ക് 20 രൂപയും കോച്ച്, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 30 രൂപയുമാണ് ഫീസ്. അരമണിക്കൂറിന് ശേഷം 2 മണിക്കൂർ വരെ ബൈക്കിന് 15 രൂപയും കാറിന് 55 രൂപയും ടെമ്പോ, SUV, മിനി ബസ് എന്നിവയ്ക്ക് 60 രൂപയും കോച്ച്, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 70 രൂപയും ഈടാക്കുന്നതാണ്. കൂടാതെ 2 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ഓരോ മണിക്കൂറിനും ബൈക്കിന് 5 രൂപയും ബാക്കിയുള്ളവയ്ക്ക് 10 രൂപ വീതവും ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് ബൈക്കിന് 45 രൂപയും കാറിന് 165 രൂപയും ടെമ്പോ, SUV, മിനി ബസ് എന്നിവയ്ക്ക് 180 രൂപയും കോച്ച്, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 210 രൂപയുമാണ് ഫീസ് ഈടാക്കുക. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആദ്യ 10 മിനിറ്റ് വരെ പാർക്കിംഗ് സൗജന്യമാണ്. അത് കഴിഞ്ഞാൽ ബൈക്കിന് 15 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 80 രൂപയും ബസിന് 15 രൂപയും നൽകണം. ഒരു ദിവസത്തേക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ 250 രൂപയാണ് ഫീസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിനായി ഗേറ്റ് ഫീ ഒഴിവാക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ കയറിയാൽ ആദ്യം 30 മിനിറ്റ് 45 രൂപ നൽകണം. അത് കഴിഞ്ഞ് 2 മണിക്കൂർ വരെ 150 രൂപയും ഈടാക്കും. കയറുന്നതിനും ഇറങ്ങുന്നതിനും ഫീസ് ഇല്ല. നേരത്തെ ഗേറ്റിൽ ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് ഒഴിവാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യത്തെ 15 മിനിറ്റ് പാർക്കിംഗ് സൗജന്യമാണ്. ഇത് കഴിഞ്ഞ് 2 മണിക്കൂർ വരെ 70 രൂപ നൽകണം. അത് കഴിഞ്ഞ് പാർക്ക് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും 20 രൂപ വീതം ഈടാക്കും. UAE-യിലേക്കുള്ള യാത്രക്കാർക്ക് റാപ്പിഡ് PCR പരിശോധന നടത്തുന്നതിന് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ 2490 രൂപ ഈടാക്കുന്നതിനുള്ള പ്രതിഷേധം പ്രവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ഈ കൊള്ളയും തുടരുന്നത്. പാർക്കിംഗ് ഫീസ് ഗൾഫ് യാത്രക്കാർക്കടക്കം ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.